ഇപ്പം എക്സ് അല്ലാന്നുണ്ടെങ്കിൽ ട്വിറ്ററിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഒരു പോസ്റ്റ് ഇടുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അവരൊരു പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് എക്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് പ്രൊഫൈലിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് ആണോ വേണ്ടത് ആ ഒരു പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു പ്രൊഫൈൽ സെലക്ട് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു പ്രൊഫൈൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ ഇയാളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോളോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ സൈഡിൽ ഇങ്ങനത്തെ ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾ പോസ്റ്റ്, അതുപോലെ തന്നെ ഓൾ പോസ്റ്റ് ആൻഡ് റിപ്ലൈസ്, ഒൺലി ലൈവ് വീഡിയോ അല്ലെങ്കിൽ ഓഫ് എന്നിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പോസ്റ്റിനുള്ള നോട്ടിഫിക്കേഷൻസും വേണമെന്നുണ്ടെങ്കിൽ ഓൾ പോസ്റ്റ് സെലക്ട് ചെയ്യാം. അല്ല പോസ്റ്റും അതുപോലെ തന്നെ റിപ്ലൈസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അല്ല ലൈവ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് മാത്രം മതി ഉണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു എക്സാമ്പിളിന് ഓൾ പോസ്റ്റ് സെലക്ട് ചെയ്യാണ്. അപ്പം അതിനുശേഷം അവരുടെ ഫുൾ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വേറൊരു സെറ്റിങ്സും കൂടി ഓൺ അല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതിന് വേണ്ടിയിട്ട് മുകളിൽ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പ്രിഫറൻസസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുഷ് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുഷ് നോട്ടിഫിക്കേഷൻസ് ഓൺ അല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഫ്രം പീപ്പിൾ യു ഫോളോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പം ഇവിടെ നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കിയിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. ഇതും ഓൺ അല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പം അതിനുശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇവരുടെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുക. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എക്സ് അല്ലാന്നുണ്ടെങ്കിൽ ട്വിറ്ററിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.